നിലമ്പൂരിലേത് കേരളം തിരിച്ചുപിടിക്കാനുള്ള മത്സരമാണെന്നും ഒപ്പം ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിക്ക് ശക്തി പകരാനുമുള്ള പോരാട്ടമാണെന്നും മുസ്ലിം ലീഗ് ദേശീയ സീനിയർ വൈസ് പ്രസിഡന്റ് MP അബ്ദുൾ സമദ് സമദാനി. MP UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ അമരമ്പലം പഞ്ചായത്ത് പര്യടനം തൊട്ടേക്കാട്ട് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു. BJP കോൺഗ്രസ് മുക്ത ഭാരതത്തിനായി ശ്രമിക്കുമ്പോൾ CPM കേരളത്തിലും അവരെ സഹായിക്കുന്ന നീക്കമാണ് നടത്തുന്നത്. ജനങ്ങളെ ദുരിതത്തിലാക്കിയ ഇടതു സർക്കാരിനെ മാറ്റാനുള്ള ജനവിധി നിലമ്പൂരിൽ നിന്നുണ്ടാകണം. കേരള രാഷ്ട്രീയത്തിൽ ആര്യാടൻ മുഹമ്മദിനെ വളർത്തിയെടുത്ത മത സാഹോദര്യത്തിന്റെ മണ്ണാണ് നിലമ്പൂർ. ആ രാഷ്ട്രീയ പാരമ്പര്യം തുടരുന്ന ആര്യാടൻ ഷൗക്കത്തിനെ വലിയ ഭൂരിപക്ഷത്തിൽ നിയമസഭയിൽ എത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂരിൽ അന്തിമ സ്ഥാനാർത്ഥി ചിത്രം തെളിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ PV അൻവർ മത്സരത്തിൽ നിന്ന് പിന്മാറിയേക്കുമെന്നാണ് സൂചന. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി വൈകിട്ട് അവസാനിക്കും മുൻപ് PV അൻവറിന്റെ നിർണായക തീരുമാനം ഉണ്ടാകുമെന്നാണ് സൂചന. പത്രിക സമർപ്പിച്ച് 2 ദിവസമായിട്ടും അൻവർ പ്രചരണ രംഗത്തേക്ക് ഇറങ്ങാത്തതാണ് ആകാംക്ഷയ്ക്ക് വഴിയൊരുക്കുന്നത്. തൃണമൂൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടതനുസരിച്ച് പിന്മാറുന്നു എന്ന നിലയിൽ അൻവർ പത്രിക പിൻവലിച്ചേക്കുമെന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. അൻവർ സ്വതന്ത്രനായി മത്സരിക്കുന്നത് രാഷ്ട്രീയമായി ആത്മഹത്യാപരമാണെന്ന് അൻവർ ക്യാമ്പിൽ ചർച്ച ഉയർന്നിട്ടുണ്ട്. 20,000 വോട്ടെങ്കിലും സമാഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ അൻവർ അസ്തമിച്ചു പോകുമെന്നാണ് വിലയിരുത്തൽ. വലിയ ജനപിന്തുണ അൻവർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും അൻവറിന്റെ ആഹ്വാനം കേട്ട് ജനങ്ങൾ ഇളകുന്നില്ല എന്നാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തോടെ അൻവർ ക്യാമ്പിന് ബോധ്യപ്പെട്ടത്. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം പ്രധാന മുന്നണി സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ 14 സ്ഥാനാർത്ഥികളാണ് അവശേഷിക്കുന്നത്. ചതുഷ്കോണ മത്സരം ഉണ്ടാവുന്നത് ഇടതുമുന്നണിയുടെ വിജയസാധ്യത വർദ്ധിപ്പിക്കുമെന്നതാണ് അൻവർ ക്യാമ്പിലെ അവസാന വിലയിരുത്തൽ. പിണറായി സത്തിനെതിരെ രംഗത്തിറങ്ങി തന്റെ സാന്നിധ്യം കൊണ്ട് ഇടതുമുന്നണി വിജയിച്ചാൽ അത് പിണറായിയുടെ വിജയമായിരിക്കും. നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി വിജയിച്ചാൽ അത് 3ാം പിണറായി സർക്കാരിന് വഴിയൊരുക്കുമെന്നാണ് കരുതുന്നത്. ഇപ്പോൾ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ച് മത്സര രംഗത്തു നിന്ന് പിന്മാറിയാൽ UDF-ൽ പ്രവേശിക്കാനുള്ള ചർച്ചകൾക്കുള്ള വാതിൽ വീണ്ടും തുറക്കുമെന്ന സൂചനയും അൻവറിന് ലഭിച്ചിട്ടുണ്ട്. നിലമ്പൂരിൽ UDF പരാജയപ്പെടുകയും അൻവറിന് നിർണായകമായ വോട്ട് ലഭിക്കാതിരിക്കുകയും ചെയ്താൽ അൻവറിന്റെ രാഷ്ട്രീയ ഭാവിയെ അത് ബാധിക്കും. ഈ സാഹചര്യത്തിലാണ് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതിനെ കുറിച്ചുള്ള ആലോചന നടക്കുന്നത്. VD സതീശന്റെ നിലപാടുകളിൽ പ്രതിഷേധിച്ചാണ് അൻവർ മത്സരിക്കാൻ രംഗത്തിറങ്ങിയത്. എന്നാൽ അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം UDF ക്യാമ്പിൽ ഒരു ചലനവും സൃഷ്ടിച്ചില്ല എന്നതും അൻവറിനെ അമ്പരപ്പിച്ചിട്ടുണ്ട് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്.